ഇവിടെ റെഡ് ഗപ്പിയുടെ ഫീമെയിൽസിനെ ബ്രീഡ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ ഇന്നലെ അതിൻ്റെ വയറെല്ലാം വലുതായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെടുത്ത് ബ്രീഡിംഗ് നെറ്റിൻ്റെ അകത്തോട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലൊരു ബ്ലാക്ക് ഗപ്പീൻ്റെ കൂട്ടത്തിൽ അത് ഒന്നും ചെയ്യില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ നോക്കി. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും അതതിനെ കഴിച്ചിട്ട് പോയി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞുങ്ങളും ഇല്ല. അങ്ങനെയായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അപ്പോൾ പിടിച്ച് മാറ്റാനുള്ളതായിരുന്നു എന്ന് വെച്ചിട്ടേ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് ബ്രീഡാകുന്ന സമയം. അപ്പം വിചാരിച്ച് എങ്കിൽ പിന്നെ ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടേക്കാം. ബ്രീഡിങ്ങിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 2 വെറൈറ്റീനെ ബ്രീഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയണേ. ശരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തെ പറ്റിയിട്ടുള്ളൂ. ഇത് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അവിടെയാണ് ബ്രീഡായിട്ടുള്ള കൊച്ചു കുട്ടികൾ വന്ന് കിടക്കുന്നതെന്ന്. അതിൻ്റെ അടിയിൽ ആദ്യം കിടക്കും. പിന്നെ ഇതേണ്ട കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വാലും തുമ്പുമായിട്ടൊക്കെ ഓടിക്കൊണ്ട് കിടക്കുന്നില്ലേ ആ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ ഇവിടെ എല്ലാം ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ ഒരു 3-4 കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. 4 ഒരു 6ഓളം കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ഇപ്പോൾ 2 എണ്ണവും കൂടി ഉള്ളത് കൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു 7-10 കുഞ്ഞുങ്ങളെങ്കിലും കാണുമായിരിക്കാം. പിന്നെ കുഞ്ഞുങ്ങളുള്ളതിനെ അതിനെ കഴിക്കാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബ്രീഡിംഗ് നെറ്റിലിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത്. പൊതുവേ ഞാൻ ഇത്രയൊന്നും ശ്രദ്ധിക്കത്തില്ല. അതവിടെ അത് തന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ ഇട്ട് നമ്മളെപ്പോഴും പ്ലാന്റ്സ് ഒക്കെ ഇട്ടേക്കും. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇടുമ്പോഴേക്കും തന്നെ അതിന് ഹൈഡ് ഔട്ട് പ്ലേസുകൾ ഒരുപാട് കാണും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവിടെ കിടന്നോളും. കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടൊന്നും കുറച്ച് ചിലതൊക്കെ നഷ്ടപ്പെടുമെങ്കിലും ഫുള്ള് നഷ്ടപ്പെടത്തുമില്ല, ഫുള്ള് പോകത്തുമില്ല. കണ്ടോ ബ്രീഡ് കണ്ടോ, അതിൻ്റെ ചേസ് ചെയ്ത് അമ്മമാർ കഴിക്കാൻ പിടിക്കുന്നുണ്ടോ. ഇത് ഈ അമ്മയുടെ കുഞ്ഞിനെ ആ അമ്മ കഴിക്കാൻ പിടിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇത് കുഞ്ഞ് നെറ്റ് വഴി ഓടിയെന്ന് രക്ഷപ്പെടും. അങ്ങനെയാണ് ഇപ്പം നമ്മൾ അങ്ങനെ ബ്രീഡ് ചെയ്ത് ഇപ്പോൾ ഒരു 1, 2, 3, 4, 5, 6, 7 കുഞ്ഞുങ്ങളോളം ഇറങ്ങിയിട്ടുണ്ട്. 7 കുഞ്ഞുങ്ങളോളം ഇറങ്ങിയിട്ടാണ്. 6-7 കുഞ്ഞുങ്ങൾ ഞാൻ കണ്ടു. ഇനിയിപ്പോൾ ഒരു 7 കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അവസാനം എത്ര കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെന്ന്. നമ്മൾ ബ്രീഡാവാനിട്ടില്ലേ, അതിൻ്റെ അകത്ത് ബ്രീഡായി ഒരെണ്ണം ഫുള്ള് ബ്രീഡായി. ഒരു എന്ന് വെച്ചാൽ 2 ഫീമെയിൽസ് പ്രസവിക്കാറായി നിൽക്കുമായിരുന്നു ഗപ്പിയിലെ. അതിൽ ഒരെണ്ണം മുഴുവൻ ബ്രീഡായിട്ട് 13 കുഞ്ഞുങ്ങൾ കിട്ടി. അതാണിത്. അപ്പോൾ ഞാൻ അതിനെ തിരിച്ചു കൊണ്ടിട്ടു. അത് പോരാഞ്ഞിട്ട് ഇന്ന് ഈ ബ്രീഡിംഗ് ബോക്സിൻ്റെ അകത്തോട്ട് മറ്റതിനെ എടുത്ത് ഒരെണ്ണത്തിനെ മാത്രമാക്കി ഇട്ടേക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. അകത്ത് ഒരു സുന്ദരി ഗപ്പി കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിനെയും കൂടെ ബ്രീഡിംഗ് ബോക്സിൻ്റെ അകത്ത് എടുത്ത് ഇന്നലെ മറ്റതിനെ മാറ്റിയപ്പോൾ മറ്റതിനെ 2നെയും കൊണ്ട് അതിൻ്റെ ഇതിലിട്ടിട്ട് ഇതിനെയും കൂടെ എടുത്ത് ഇട്ടായിരുന്നു. ഇതിനെ ബ്രീഡ് ചെയ്യാനായിട്ട് ഇതിനെ മാത്രം ഇട്ടായിരുന്നേ. അപ്പോൾ ഉടനെ എന്ത് പറ്റിയെന്നറിയാവോ, ഇത് ഭയങ്കര പരക്കം പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് പേടിയാവുന്ന രീതിയിൽ പരക്കം പായുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അപ്പോൾ ഇവർ നല്ല എന്ത് പറ്റിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പെയറായിട്ട് കിടക്കുന്ന മീനുകളായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാനൊരു കുഞ്ഞിനെ മാറ്റാൻ ശ്രമിക്കുമായിരുന്നേ, കാണിച്ചു തരാം. അപ്പം അതങ്ങനെ ബ്രീഡാകുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ കാരണം ചിലത് ഈ ബ്രീഡിങ് ടൈമിന് ഓരോന്നൊക്കെ പറ്റിയിട്ട് ആ കുഞ്ഞുങ്ങളല്ല ഇതാകെ എൻ്റെ കയ്യിൽ ഒരു പേരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫീമെയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പിന്നെ ഞാൻ ഈ സാധനം തപ്പി നടന്ന് വേറെ കിട്ടേണ്ടി വരും. അത് ഈ ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ആ പരക്കം പാച്ചിൽ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ എന്ത് ചെയ്തു, അവനെ എടുത്ത് തിരിച്ച് അതുപോലെ ഇട്ടപ്പം ഇന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 കുഞ്ഞുങ്ങൾ മണ്ടയിലൂടെ ഓടുന്നു കേട്ടോ. അവസാനം നോക്കുമ്പോൾ എല്ലാം കൂടെ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു 10ഓളം കുഞ്ഞുങ്ങളെ ഇപ്പോൾ മാറ്റിയിട്ടാണ്. ആദ്യം ഒരു 7-8 എണ്ണത്തിനെ മാറ്റി. ഇപ്പോൾ അതേ 3 എണ്ണത്തിനെ ഞാൻ മാറ്റി. 3ാമത്തെ എണ്ണമാണ് ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ വെട്ടിച്ച് പോകണം. ഇതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫീഡൊക്കെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ച് അതിന് ഇച്ചിരി നന്നാക്കി എടുക്കണം എന്നൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം ഈ അമ്മമാർക്ക് നമുക്ക് ഈ വലിയ മീനുകൾക്ക് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് മറ്റേ ഇതാണെങ്കിൽ നമ്മളെ പെല്ലറ്റ്സ് ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അതങ്ങനെയല്ല. കുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പോഴും മറ്റേ ആർട്ടിമിയുടെ ഒരു പൊടി പോലത്തെ ഉണ്ട്. അതാണ് നമ്മൾ ഈ ഫില്ലറിലൊക്കെ അടയ്ക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലത്തതാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് വലുതുകൾ അത് കഴിക്കാതെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ വലുതുകൾക്ക് അത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ വലുതുകൾക്ക് നമ്മളെപ്പോഴും ഈ കുഞ്ഞ് നല്ല പെല്ലറ്റ്സ്, നല്ല പ്രോട്ടീൻ റിച്ച് പെല്ലറ്റ്സ് കിട്ടും. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി വല്ല കൂത്താടീനെയൊക്കെ കിട്ടുമ്പോൾ അത് അങ്ങനെയൊക്കെ കൊടുക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പോഴും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഫീഡ് തന്നെ കൊടുക്കും. നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. എനിക്കിതിൻ്റെ പേര് പോലും ഓർമ്മയില്ല. പക്ഷേ ഞാൻ എവിടെയോ ഓൺലൈനായിട്ട് കണ്ടിട്ട് ഞാൻ ഏതോ ഓൺലൈൻ വാങ്ങിയതാണ്, ചെന്നൈ ബേസ് വന്നിട്ട്. പക്ഷേ അതിന് ഭയങ്കര രസമായിട്ട് കിട്ടി. അത് കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിയതാണ്, ഒരു കുറച്ച് നാളായി വാങ്ങിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇവർ ആ ഒരു പേരിലുള്ള കുഞ്ഞുങ്ങളെ മാറ്റി, കുഞ്ഞുങ്ങളും വന്നു, 10ഓളം കുഞ്ഞുങ്ങൾ അതിലും ആയി കിട്ടി. അതിനെ മാറ്റിയിടുന്നുണ്ട്, അതിനെ മാറ്റി